നീ ശരിക്കും പറഞ്ഞ? അതെ, ഞാൻ ശരിക്കും പറഞ്ഞതാണ്. നീ നിന്റെ മകനെ അമിതമായി വിശ്വസിച്ചു. അവൻ പറയുന്നതാണ് ശരിയെന്ന് കരുതി. ഒരുപാട് തവണ നിന്നോട് ഇക്കാര്യം പലരും പറഞ്ഞതാണ്. പക്ഷേ നീ അത് ചെവിക്കൊണ്ടില്ല. അന്ന് നീ അത് കേട്ടിരുന്നെങ്കിൽ ഇന്നിങ്ങനെ സംഭവിക്കില്ലായിരുന്നു. എല്ലാ രക്ഷിതാക്കളും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എനിക്ക് തെറ്റുപറ്റിപ്പോയി പാർവതി, തെറ്റുപറ്റിപ്പോയി. എനിക്ക് പറ്റിയ തെറ്റ് ഇനി ഒരു മാതാപിതാക്കൾക്കും ഉണ്ടാവരുത്. എനിക്കുണ്ടായ സങ്കടം മറ്റൊരാൾക്കും ഉണ്ടാവരുത്. അതിന് എല്ലാ രക്ഷിതാക്കളും അവരവരുടെ മക്കളെ ശ്രദ്ധയോടെ വളർത്തണം. ഇന്നു മുതൽ നമുക്ക് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് ലഹരിമുക്ത നാടിനു വേണ്ടി പ്രവർത്തിക്കാം. അതെ, നമ്മളെല്ലാവരും കൈകോർത്ത് ഒറ്റ മനസ്സോടെ നിന്നാൽ ചെറുത്തു തോൽപ്പിക്കാൻ പറ്റാത്ത ഒന്നുമില്ല എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ.